അതെ അതെ, ഇന്നിപ്പോൾ വയനാട് നിരവധി സംരംഭങ്ങളുടെ ഉദ്ഘാടനമായിട്ട് ഇന്ന് പൂർണ്ണമായിട്ടും ജില്ലയിലുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന വേഗതയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ മോഡൽ ഹൗസിൻ്റെ നിർമ്മാണം 1 മാസം കൊണ്ട് തന്നെ പൂർത്തീകരിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ മറ്റ് വീടുകളുടെ അടിത്തറ അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അതൊരു 6 മാസം കൊണ്ട് വീടുകൾ പൂർത്തീകരിച്ച് കൈമാറുക എന്ന രൂപത്തിലാണ് പദ്ധതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, എല്ലാ ദിവസവും വൈകുന്നേരം ഈ ദുരിതബാധിതരായ ആളുകൾ അവർ കുടുംബസമേതം ഇവിടെ വരുന്നുണ്ട്. അവരുടെ സ്വന്തം സ്ഥലം എന്നൊരു മനോഭാവത്തിലേക്ക് അഭിമാനത്തോടു കൂടി തന്നെ അവരെത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അവർ ഓരോരുത്തരും ഇതിനകത്ത് അവരുടെ എങ്ങനെയാണ് മാറ്റങ്ങൾ വരുന്നത്, ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. മഴയ്ക്ക് മുമ്പ് തന്നെ മറ്റ് റോഡ് ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 12 കിലോമീറ്ററിലധികം വരുന്ന റോഡ് നിർമ്മാണം പൂർത്തീകരിക്കാനുണ്ട്, പൊതുവായ റോഡ്. പിന്നെ ഓരോ സോൺ തിരിച്ചിട്ടാണ് 99 വീടുകളുടെ സോൺ തിരിച്ചിട്ടാണ് നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള കണക്ടിവിറ്റി, മറ്റ് പൊതുസൗകര്യങ്ങൾ അതും തുടർച്ചയിൽ നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പരമാവധി വേഗതയിൽ സുരക്ഷിതമായ സ്ഥലത്തേക്ക് അവർക്ക് താമസിക്കാൻ, അഭിമാനത്തോടു കൂടി താമസിക്കാനുള്ള ഒരു അവസരമൊരുക്കാനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ കോഫി പാർക്ക് കുറേ കാലമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. വയനാട് കാർബൺ ന്യൂട്രൽ കോഫി പാർക്ക്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നെതർലാൻഡ് സന്ദർശനത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഗവൺമെൻറ് സന്ദർഭത്തിൽ രൂപപ്പെട്ടൊരാശയമാണ്. നമ്മൾ സ്ഥലമേറ്റെടുക്കൽ സംബന്ധിച്ച് കുറേയേറെ സങ്കീർണതകളുണ്ടായിരുന്നു. വയനാടാകുമ്പോൾ ഒരു ലാൻഡിനും അതിൻ്റേതായ ചില പ്രശ്നങ്ങളുണ്ടാകും. ഇപ്പോൾ അതെല്ലാം മറികടന്ന് ഏകദേശം 29 ഏക്കറോളം സ്ഥലം നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായി തന്നെ ഇപ്പോൾ ഇൻ്റർനാഷണൽ കാർബൺ കോൺഫറൻസിൽ ഇവിടെ നിന്നൊരു ST കർഷകൻ ഉൾപ്പെടെയുള്ള ആളുകളെ നമുക്ക് പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞു. ഇനി അതിൻ്റെ മറ്റു രൂപത്തിലുള്ള സൊസൈറ്റി, അതുപോലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ രൂപീകരണം നടക്കുകയാണ്. അതിവേഗത്തിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കാൻ കഴിയും എന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്ഥലവും ഇന്ന് സന്ദർശിക്കുന്നുണ്ട്. പിന്നെ വയനാട് സാധാരണ വ്യവസായങ്ങളുടെ ഒരു ഇടത്തിൽ കണക്കാക്കാറില്ല, എന്നാൽ പുതിയ പുതിയ സംരംഭങ്ങൾ നിരവധി ഇവിടെ വരുന്നുണ്ട്. അതിൽ ചില സംരംഭങ്ങൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയ്ക്ക് പ്രത്യേകം നന്ദി.